ജരാസന്ധനും ശ്രീകൃഷ്ണനും. ജരാസന്ധൻ മഗധയുടെ രാജാവായി മാറിയ ശേഷം വളരെ ശക്തിശാലിയും പരാക്രമിയുമായി മാറി. മഗധയ്ക്ക് ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് മഗധയെ വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റുകയും കീഴടക്കിയ രാജാക്കന്മാരെയെല്ലാം തുറങ്കിലടയ്ക്കുകയും ചെയ്തു. 100 രാജാക്കന്മാർ തികയുമ്പോൾ അവരെയെല്ലാം ഒരു യജ്ഞം നടത്തി ബലി കൊടുക്കാനായിരുന്നു ജരാസന്ധൻ്റെ തീരുമാനം. ഹസ്തിനപുരി എന്ന മഹാസാമ്രാജ്യവും ആക്രമിച്ച് കീഴടക്കണമെന്നായിരുന്നു അടുത്ത തീരുമാനം. പക്ഷേ ഹസ്തിനപുരിയെ ആക്രമിക്കണമെങ്കിൽ മധുര കടന്നാലേ അവിടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ മധുര ഭരിച്ചിരുന്നത് കംസനായിരുന്നു. കംസന്റെ പരാക്രമവും ധീരതയും കണ്ട് ജരാസന്ധൻ തൻ്റെ 2 പെൺമക്കളെ കംസന് വിവാഹം കഴിച്ചു കൊടുത്തു. മധുരയുമായി ബന്ധം സ്ഥാപിച്ചു. ദുഷ്ടന്മാരായവരെ കൂടെ കൂട്ടുക എന്നതായിരുന്നു മഹാദുഷ്ടനായ ജരാസന്ധൻ്റെ നയം. എല്ലാ ദുഷ്ടരാജാക്കന്മാരും ജരാസന്ധൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച് തൻ്റെ അച്ഛനെയും അമ്മയെയും മോചിപ്പിച്ച് മധുര തിരികെ പിടിക്കുന്നത്. തൻ്റെ മരുമകനെ വധിച്ച് പെൺമക്കളെ വിധവകളാക്കിയ കൃഷ്ണനോട് ജരാസന്ധന് അടക്കാനാവാത്ത പക വന്നു. എല്ലാ സുഹൃത്തുക്കളായ ദുഷ്ടരാജാക്കന്മാരെയും ചേർത്ത് ശ്രീകൃഷ്ണനോട് യുദ്ധത്തിന് വന്നു. ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്ന് ജരാസന്ധൻ്റെ സൈന്യത്തെ നാമാവശേഷമാക്കി. ജരാസന്ധനെ മാത്രം വധിക്കാതെ വെറുതെ വിട്ടു. എന്താണ് ജരാസന്ധനെ ഇങ്ങനെ വധിക്കാതെ വെറുതെ വിടുന്നതെന്ന് ബലരാമൻ കൃഷ്ണനോട് ചോദിച്ചു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഭൂമിയിലെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ധർമ്മം പരിപാലിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശലക്ഷ്യം. ജരാസന്ധൻ ഓരോ യുദ്ധത്തിലും എല്ലാ അധർമ്മികളായവരെയും കൂട്ടിയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ നിന്നുകൊണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാം. അല്ലെങ്കിൽ ഈ അധർമ്മികളെ കൊല്ലാൻ ഞാൻ ലോകം ചുറ്റണമായിരുന്നു ജ്യേഷ്ഠ. ബലരാമന് കാര്യം മനസ്സിലായി. ജരാസന്ധൻ 18 പ്രാവശ്യം ശ്രീകൃഷ്ണനോട് യുദ്ധത്തിന് വരികയും എല്ലാ പ്രാവശ്യവും സൈന്യത്തെ നിശേഷം അവശേഷിക്കാതെയാക്കിയതിനു ശേഷം ജരാസന്ധനെ മാത്രം വെറുതെ വിടുകയും ചെയ്തു. ഈ സമയത്ത് യുദ്ധം മൂലം മധുരയിലെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകുന്നതിനാൽ ശ്രീകൃഷ്ണൻ വിശ്വകർമാവിനോട് പറഞ്ഞ് കടലുമാറ്റി ദ്വാരക എന്നൊരു സുന്ദര നഗരം പണിത് കൃഷ്ണൻ്റെ മായാശക്തി കൊണ്ട് മധുരയിലെ ജനങ്ങളെ ദ്വാരകയിലേക്ക് മാറ്റി. ജനങ്ങൾ അവിടെ സുഖമായി കഴിഞ്ഞു. ഇതിനുശേഷം വീണ്ടും ജരാസന്ധൻ ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനെത്തി. പക്ഷേ ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ ജരാസന്ധനെ വധിച്ചില്ല. ജരാസന്ധനെ വധിക്കാനുള്ള നിയോഗം ഭീമനാണുള്ളത്. അതുകൊണ്ട് ഭീമനാണ് ജരാസന്ധനെ വധിക്കേണ്ടതെന്ന് ബലരാമനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഈ കഥ ഇഷ്ടമായെങ്കിൽ രാധേ രാധേ കൃഷ്ണ എന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കി ഭാഗത്തിന് അടുത്ത വീഡിയോ കാണുക.